ക്ലാസ് തീരുമ്പോ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിവിൽ ലൈൻസിൽ വന്നിട്ട് ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടനെഞ്ചിൽ പെയ്യാ മേഘക്കാരോടെ വഴിമാറിപ്പാറി വേനൽ പൂത്തുമ്പി നിറവായി എന്നാളും നിറവായി പൂർണിട ഈ മൂടൽ മഞ്ഞിൽ മങ്ങും താരം പോ ആ കാണാ ദൂരത്തുണ്ടേ ആരാരോ. ഓഗസ്റ്റിൽ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പിള്ളേർ എന്നെ അക്സെപ്റ്റ് ചെയ്യോ? എല്ലാം ജെൻസി പിള്ളേരാണ്. ഇപ്പം ഒട്ടുമുക്കാൽ എല്ലാവരും കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഇഷ്ടമുള്ള ഒരു മൊമെന്റ്സ് ആയിരുന്നു. കൂടുതലും ചായ കുടിക്കാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൊമെന്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആ ഒരു ടൈമാണ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈം. എന്തെങ്കിലും ഒരു ചെറിയൊരു അവധി കിട്ടി എവിടെയെങ്കിലും കഴിക്കാൻ പോവും. ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ബിറ്റ്വീൻ ഈ പഠിത്തവും എക്സാമും ഒക്കെ. അതിനും എനിക്ക് കുറച്ചൊരു നല്ലൊരു കൂട്ടുകാരെ കിട്ടി, കുറേ പേരെ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഇങ്ങനെയും ഇവിടുന്നും ഒരു കുറച്ച് കണക്ഷൻസ് കിട്ടുമെന്ന്. നമ്മൾ കോളേജിലൊക്കെ ഇപ്പോൾ DCS അതൊക്കെ പഠിക്കുമ്പം ഇതൊക്കെ എക്സാമിന് എഴുതണമല്ലോ, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും, ഇതൊക്കെ പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ജിതിൻ സാറിന്റെ RCC ക്ലാസ്സും സ്റ്റീൽ ക്ലാസ്സിനൊക്കെ സാർ ഇങ്ങനെ പുഷ്പം പോലെ ആയിരിക്കും നമുക്കെല്ലാം ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് പഠിപ്പിച്ചെടുക്കുന്നത്. ഇതൊക്കെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്നുള്ളൊരു ഫീൽ കിട്ടി. പിന്നെ അഭിജിൻ സാറിന്റെ ആകുമ്പം സാറിന്റെ കോമഡികളും ഇതൊക്കെ കുറച്ച് എൻജോയ് ചെയ്ത മൊമെന്റ്സ് ആയിരുന്നു. പിന്നെ ആനന്ദ് സാറിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ സാറിന് നമ്മൾ മെയിൻ ആയിട്ട് പേടി. സാറിന്റെ ഒരു വർക്കൗട്ട് കഴിഞ്ഞാൽ തീർന്നു. സാറും കുറച്ച് കൂളാണെന്നൊക്കെ നമുക്ക് അതും കുറച്ച് മനസ്സിലാക്കാൻ തുടങ്ങി.